ഇന്നത്തെ വചനചിന്ത: പരാജയപ്പെട്ടെടുത്ത ദൈവം ഉയർത്തും. വചനം ശ്രവിക്കുന്ന താങ്കൾ പരാജയം നേരിടുകയാണോ? എന്നാൽ താങ്കൾ ജയിക്കും. താങ്കൾ ഒറ്റയ്ക്കല്ല. ദൈവം താങ്കളുടെ കൂടെയുണ്ട്. ധൈര്യമായി മുന്നോട്ട് പോകുക. തടസ്സങ്ങളെ അതിജീവിച്ച് താങ്കൾ ജയിക്കും. ഇന്ന് താങ്കളെ പരിഹസിച്ചവരുടെ മുന്നിലൂടെ താങ്കൾ ജയിച്ചു വരും. വിശ്വസിക്കുക, ദൈവം താങ്കൾക്കായി അത്ഭുതം പ്രവർത്തിക്കും. താങ്കൾ കാത്തിരിക്കുന്ന നല്ല നാളുകൾ താങ്കളെ തേടി വരും. അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടും. തടസ്സങ്ങൾ വഴിമാറും. പുതിയ വഴികൾ തെളിയും. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണമായും താങ്കളുടെ കൂടെയുണ്ട്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണമായി വിശ്വസിക്കുക. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. താങ്കൾ കരഞ്ഞ രാത്രികളില്ലേ? താങ്കൾ കരഞ്ഞ രാത്രികൾ താങ്കൾ തനിച്ചായിരുന്നില്ല. താങ്കളുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ യേശു അരികിലുണ്ടായിരുന്നു. ആ സാന്നിധ്യം അനുഭവിച്ചവർ പരാജയത്തെ ഭയപ്പെടുകയില്ല. കാരണം ഒരു വഴി കണ്ണിൻ്റെ മുൻപിൽ അടയപ്പെട്ടാൽ ദൈവം പുതുവഴി തുറക്കും. നാം കണ്ട ചില സ്വപ്നങ്ങൾ നാം മറന്നാലും ദൈവം മറക്കത്തില്ല. ഭക്തനായ യോസേഫ് കണ്ട സ്വപ്നമായിരുന്നു കറ്റ നമസ്കരിക്കുന്നതും ആകാശത്തിൻ്റെ സൂര്യനും നക്ഷത്രങ്ങളുമൊക്കെയും നമസ്കരിക്കുന്നതും. എന്നാൽ സ്വപ്നത്തിലില്ലാത്ത കാരാഗ്രഹവും പൊട്ടക്കിണറും ഭക്തനായ യോസേഫിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ആർക്കും അനുഭവിക്കാൻ കഴിയാത്ത ചില ഒറ്റപ്പെടലിൻ്റെ അനുഭവം കടന്നു വന്നു. ദൈവം യോസേഫിനെ മാനിച്ചു. യോസേഫ് കണ്ട ദർശനം യോസേഫ് മറന്നാലും ദൈവം മറന്നില്ല. യോസേഫിനെ ദൈവം മിസ്രൈമിൽ രണ്ടാമനാക്കി ശ്രേഷ്ഠ പദവി നൽകി മാനിച്ചു. താങ്കളുടെ പരാജയം കാണുവാൻ കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ ഒരു വലിയ ജയമാക്കി ദൈവം താങ്കളെ അനുഗ്രഹിക്കും. താങ്കൾ ജയിച്ചു വരും. കാരണം താങ്കൾ ഒറ്റയ്ക്കല്ല, താങ്കളുടെ കൂടെ യേശുവുണ്ട്. ധൈര്യമായി മുന്നോട്ട് ചലിക്കുക. തടസ്സങ്ങൾ അതിജീവിച്ച് താങ്കൾ ജയിക്കുമെന്ന ഉറപ്പ് ഹൃദയത്തിലുണ്ടാകണം. താങ്കളെ പരിഹസിച്ചുള്ള മുന്നിലൂടെ താങ്കൾ ജയിച്ചു വരുവാൻ ഒരു അത്ഭുത പ്രവൃത്തിക്കായി ദൈവസന്നിധിയിൽ കാത്തിരിക്കണം. താങ്കൾ എവിടെ കരഞ്ഞുവോ അവിടെ സന്തോഷിക്കും. എവിടെ പരാജയപ്പെട്ടോ അവിടെ ജയം പ്രാപിക്കും. ആരൊക്കെ പരിഹസിച്ചുവോ അവരുടെ മുമ്പേ താങ്കളുടെ തല ഉയർത്തും. താങ്കളുടെ ദൈവം വിശ്വസ്തനാണ്. താങ്കൾ കാണുന്ന വഴി അടഞ്ഞാൽ കാണാത്ത വഴി താങ്കൾക്ക് വേണ്ടി തുറക്കും. ചെങ്കടൽ തീരത്ത് മോശയുടെ കണ്ണുനീർ കണ്ട് മനസ്സറിഞ്ഞ ദൈവം പുതുവഴി മോശയ്ക്കു തുറന്നുവെങ്കിൽ താങ്കൾക്ക് വേണ്ടി പുതുവഴി തുറക്കുവാൻ ദൈവം ശക്തനാണ്. ദൈവം കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തിയെങ്കിൽ ഇനി മുന്നോട്ട് നടത്തുവാൻ ശക്തനാണ്. 116 സങ്കീർത്തന പുസ്തകം 12 തിരുവചനം വായിക്കുമ്പോൾ ഇപ്രകാരം വായിക്കുന്നു: യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. വിലാപങ്ങളുടെ പുസ്തകം 3-22 തിരുവചനം ഇപ്രകാരം വായിക്കുന്നു: നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. രോഗം സൗഖ്യമാകും, കടഭാരം മാറും, സങ്കടങ്ങൾ സന്തോഷമാകും. കർത്താവിൽ ആശ്രയിക്കുക. കർത്താവിന് അസാധ്യമായി അത് ഒന്നുമില്ല. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട എല്ലാം ഇവിടെ അവസാനിക്കുന്നത് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. എത്ര തടസ്സങ്ങൾ മുന്നിലുണ്ടെങ്കിലും താങ്കൾക്ക് മുൻപിൽ തുറക്കേണ്ട വാതിൽ ദൈവം അനുബോധിച്ച സമയത്ത് തുറക്കുക തന്നെ ചെയ്യും. താങ്കൾ നിരാശപ്പെടേണ്ട. ഒരുപക്ഷെ താങ്കൾ ചിന്തിക്കുന്ന സമയത്ത് അത്ഭുത പ്രവൃത്തി സംഭവിച്ചില്ലെങ്കിലും താങ്കളുടെ മുൻപിൽ തക്ക സമയം ദൈവം ചില അത്ഭുത പ്രവൃത്തികൾ വെളിപ്പെടുത്തും. താങ്കളെ ഒഴിവാക്കിയവരുടെ മുൻപിൽ, തള്ളിപ്പറഞ്ഞവരുടെ മുൻപിൽ, പരിഹസിച്ചവരുടെ മുൻപിൽ, അപമാനിച്ചവരുടെ മുൻപിൽ ദൈവം താങ്കളെ പരിഗണിക്കും. പരാജയപ്പെട്ടെടുത്ത് ദൈവം കരം പിടിച്ചുയർത്തും. വചനം ശ്രവിക്കുന്ന സഹോദര സഹോദരി, സാഹചര്യം എന്തു തന്നെയായാലും സാഹചര്യങ്ങൾ നോക്കേണ്ട. ഏത് പ്രതികൂലമാകുന്ന സാഹചര്യങ്ങളെയും അനുകൂലമാക്കുവാൻ കർത്താവ് യേശു ക്രിസ്തുവിന് സാധിക്കും. ഇന്നും ജീവിക്കുന്ന, ഇന്നും പുതുവഴി ഒരുക്കുന്ന, ഇന്നും നമ്മെ കരുതുന്ന, നമ്മുടെ ആവശ്യങ്ങളൊക്കെയും അറിയുന്ന, കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മെ സംരക്ഷിച്ച കർത്താവ് യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി ആശ്രയിക്കാം. ആരുടെയും സഹായമില്ലാതെ നാം ആഹാരം കഴിക്കുന്നെങ്കിൽ, ആരുടെയും സഹായമില്ലാതെ നാം നടക്കുന്നുണ്ടെങ്കിൽ, ആരുടെയും സഹായമില്ലാതെ വാഹനത്തിൽ കയറി വാഹനം ഓടിച്ച് നാം സഞ്ചരിക്കുന്നെങ്കിൽ, നാം നിൽക്കുന്നത്, നടക്കുന്നത്, നാം ഇരിക്കുന്നത്, സംസാരിക്കുന്നതൊക്കെയും ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവം നൽകിയ ആരോഗ്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. ദൈവം നൽകിയ അല്പായുസ് അത് മുന്നോട്ട് നീട്ടിയതിനെ ഓർത്ത് നന്ദി പറയുക. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ,
ഒത്തിരി പരാജയങ്ങളുണ്ട്. എന്നാൽ പരാജയ വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ്. പരാജയപ്പെട്ടെടുത്ത് നിന്ന് വചനം ശ്രവിക്കുന്ന താങ്കളെ കരം പിടിച്ചുയർത്തുവാൻ കർത്താവ് ശക്തനാണ്. ആകയാൽ കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് വിശ്വാസത്തോടു കൂടെ ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.